ഹലോ എല്ലാവർക്കും എൻ്റെ നിദ്ര ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. സീരിയൽ, സിനിമ, മറ്റു TV ഷോകളുടെ റിവ്യൂക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏഷ്യാനെറ്റിൽ വമ്പൻ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിൽ സുധീഷിന് വലിയൊരു ഷോക്ക് കിട്ടാൻ പോവാട്ടോ. നിധിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി സുധീഷ് കുറെ കള്ളങ്ങൾ പറഞ്ഞ് കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കള്ളങ്ങളിലെ ചില കള്ളങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് പൊളിയാൻ പോവുകയാണ്. ഒരു വശത്ത് നമ്മളെ സുഭാഷേട്ടൻ നിധിയോട് വന്ന് പറയുന്നുണ്ട്, നിധി വിചാരിക്കുന്ന പോലെ ഞാനൊരു ആർക്കിടെക്റ്റ് ഒന്നുമല്ല, ഞാനൊരു സാധാരണ മേസ്തിരിയാണ്. നിധിയുടെ ജോലിക്കാര്യത്തിൽ എനിക്കൊരു സഹായവും ചെയ്യാൻ കഴിയില്ല എന്നുള്ള സത്യങ്ങൾ സുഭാഷേട്ടൻ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ നിധിക്ക് അത് വലിയൊരു ഷോക്ക് തന്നെ ആവുന്നുണ്ട്. കാരണം നിധിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ അച്ഛൻ കത്തിച്ചു കളഞ്ഞതോടുകൂടി ജോലിക്കാര്യത്തിൽ സുഭാഷേട്ടനെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നിധി. ആ പ്രതീക്ഷയൊക്കെ തകർന്നു എന്നു മാത്രമല്ല, സുധീഷ് തന്നോട് ഇത്രയും വലിയ കള്ളം പറഞ്ഞു എന്നത് നിധിക്ക് വലിയ ഷോക്ക് തന്നെയാണ്. കൂടാതെ ഹരീഷ് കോളേജിൽ ഒന്നും പോയിട്ടില്ല എന്നും ഹരീഷും നിധിയോട് തുറന്നു പറയുന്നു. പിന്നെ നികേഷും വന്നു പറയുന്നുണ്ട്, അമ്മ മരിച്ച ശേഷം അച്ഛൻ കുറച്ചു കാലം ജയിലിലായിരുന്നു, അമ്മയെ കൊന്നത് അച്ഛൻ ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് എന്നുള്ള സത്യം കൂടെ പറയുമ്പോൾ നിധി എല്ലാം മനസ്സിലാക്കുന്നു. ആ വീടിനെക്കുറിച്ചും ആ വീട്ടുകാരെക്കുറിച്ചും അവരുടെ ക്യാരക്ടറിനെ കുറിച്ചും എല്ലാം നിധി ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ നിധി പോയി സുധീഷിനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ പോകുന്നുണ്ട്. സുധീഷുമായുള്ള നിധിയുടെ ബന്ധം ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് നിധിയെ പല കാര്യങ്ങളും പറഞ്ഞ് സുധീഷ് ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയി, അവൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം പോലും ഇനി ഉണ്ടാവില്ല എന്നോർത്ത് സുധീഷിന് നല്ല രീതിയിൽ ഭയവുമുണ്ട്. സീരിയലിലെ നായകൻ സുധീഷ് ആണെങ്കിൽ പോലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നായകനിൽ നിന്നും കിട്ടുന്നത്. യഥാർത്ഥത്തിൽ സാധാരണ സീരിയലിൽ നായകനിൽ നിന്നും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും തോന്നിയേക്കാം, സുധീഷിന് പകരം സുഭാഷിണിയാണ് നായകനാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മികച്ചതായിരിക്കുമെന്ന്. കൂടുതൽ വിവരങ്ങൾക്കും റിവ്യൂക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.